നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ശബരിമലയുടെ പൊതുവികസനത്തിനായി പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം സർക്കാർ കരുതിയതിനേക്കാൾ വലിയ ശ്രദ്ധയാണ് നേടിയത്. അയ്യപ്പ ഭക്തർ തങ്ങളെ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയത്തിൽ എത്തിയത്. ശബരിമലയുടെ വികസനത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന സംസ്ഥാന സർക്കാർ ശബരിമലയിൽ ലഭിക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിലേക്ക് എടുക്കുന്നില്ല. തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ സംഗമത്തിൽ പങ്കെടുത്തു. മണ്ഡല മകരവിളക്ക് കാലത്ത് സർക്കാർ നൽകുന്ന പിന്തുണ പോലെയാണ് ആഗോള അയ്യപ്പ സംഗമവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാമലക്ഷ്മണന്മാർ വഴി മോക്ഷം കിട്ടിയ ശബരിയുടെ ഐതിഹ്യം പറഞ്ഞ് മുഖ്യമന്ത്രി ശബരിമലയുടെ പ്രത്യേകതകൾ ഓരോന്നായി എടുത്തു പറഞ്ഞു. മതാതീതമായ ആരാധനാലയം, ഭക്തജനസാഗരമാണ് ഇവിടെ. തീർത്ഥാടകർ കൂടുമ്പോൾ തീർത്ഥാടനം ആയാസരഹിതമാകണം. തത്വമസി പൊരുൾ ഉൾക്കൊണ്ട തീർത്ഥാടനം. ആഗോള അയ്യപ്പ സംഗമം അതിനാണ്. യഥാർത്ഥ ഭക്തർ സഹകരിച്ച് സംഗമം നടക്കുന്നു. നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്റർ, ഇസ്ലാമായ വാവർ, ക്രൈസ്തവനായ യേശുദാസ്. മതാതീതയുടെ ആത്മീയത അത്യപൂർവം. സർവ ഭക്തജന സമൂഹങ്ങളെയും ഒന്നിച്ചു നിർത്തി പിണറായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർക്കൊക്കെ സംഗമം എന്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലായി. കുത്തിത്തിരിപ്പുണ്ടാക്കി ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയ അവസരമാക്കി മാറ്റുന്നവർക്ക് പമ്പയിലെ സംഗമം എന്തിനാണെന്ന് ഇപ്പോഴും തീരാതെ സംശയമുണ്ടാകാം. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ് ഈ വിഷയം. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ദേവസ്വം, തുറമുഖ, സഹകരണ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി.എൻ. വാസവൻ, CPIM നേതാവ് രാജു എബ്രഹാം, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP വക്താവ് അഖിൽ രവീന്ദ്രൻ എന്നിവർ. ലോക മലയാളികൾ, അയ്യപ്പ ഭക്തരൊക്കെ ശ്രദ്ധിച്ച ഒരു ദിവസമാണ് ഇന്ന്. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം എങ്ങനെയാണ് ഇന്ന് തുടങ്ങി വന്നത് എന്നുള്ളത് ഒന്ന് കണ്ടുവരാം. ഒരു തുറന്ന ചർച്ച നടത്തുന്നതിൽ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് അവരെയെല്ലാം ചേർത്ത് പിടിച്ചുമാണ് നമ്മൾ ശബരിമലയുടെ വികസനം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഭക്തരെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമ്പോൾ കേരളത്തിന് വേണ്ടിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാ വിഭാഗം ചെറുതും വലുതുമായ പല പല ചെറിയ കച്ചവടക്കാർക്ക് വരെ സാമ്പത്തികമായി, തൊഴിൽപരമായി പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ള സത്യം അതിൻ്റെ ഉപതൊഴിൽ പലതുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തീർച്ചയായിട്ടും ശബരിമല ദർശനത്തിനും ശബരിമലയുടെ വികസനത്തിനും ശബരിമല എത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അയ്യപ്പ സംഗമം ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് സംഘടിപ്പിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിൻ്റെ അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആഗോള ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാനന ക്ഷേത്രമായ ശബരിമലയുടെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യത തേടുന്ന ഒരു സംഗമത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്നെപ്പോലെയുള്ള സാമൂഹ്യ രംഗത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. യെസ്, ഏറ്റവും ആദ്യം ഞാൻ രാജു എബ്രഹാമിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ രാജു എബ്രഹാം, സർക്കാരിൻ്റെ ഭാഗത്ത്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തൊക്കെ ഇന്ന് വലിയ ആശ്വാസവും അവർ കരുതിയ
ഒരു തലത്തിലേക്ക് ലോക ആഗോള അയ്യപ്പ സംഗമം എത്തിച്ചേർന്നു എന്നുള്ള ആ, ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടായത്. CPIM എങ്ങനെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സമാപനം നടന്ന വേളയിൽ കാര്യങ്ങളെ കാണുന്നത്? എല്ലാ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ശബരിമലയിൽ ഇല്ല എന്നുള്ള ഒരു പൊതു ചർച്ച എല്ലാ തലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അതിന് വലിയൊരു അളവ് വരെയുള്ള പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയോടാണെന്നുണ്ടെങ്കിലും മന്ത്രിമാരോടാണെങ്കിലും വിവിധ തരങ്ങളിലുള്ള പത്രമാധ്യമ പ്രവർത്തകരോടാണെങ്കിലും തീർത്ഥാടകർ വിവിധ ആവശ്യങ്ങൾ നിരത്തി വെക്കാറുണ്ട്. ഇപ്പൊ തന്നെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആവശ്യങ്ങൾ. ഇപ്പൊ ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ശബരി റെയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 30 വർഷക്കാലമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ശബരിമല വിമാനത്താവളം ഞാൻ നിയമസഭയിലുള്ളപ്പോൾ ഉന്നയിച്ച ഒരു ആവശ്യമാണ്. അതിപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ ശബരിമല റോപ്പ് വേ, ഞാൻ ദേശാഭിമാനി പ്രവർത്തിക്കുമ്പോ അവിടെ സാധനങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആയിരക്കണക്കിന് കഴുതകളാണ്. തീർത്ഥാടകർക്ക് നടക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങള് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ആ വിഷയം ടേക്കപ്പ് ചെയ്തു. അതിനുശേഷം മാറ്റം ഉണ്ടായി. ട്രാക്ടർ വന്നപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് നമ്മള് ഇങ്ങനൊരു ടീം വന്നപ്പോൾ അവരെയും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുമ്പിൽ ചെന്നത്. അവിടെ റോപ്പ് വേ ആലോചിക്കണം. അദ്ദേഹം അപ്പൊ തന്നെ സമ്മതം മൂളി വനംവകുപ്പ് മന്ത്രിയെ കണ്ടു. അന്ന് കെ രാജു ആയിരുന്നു. കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. വനംവകുപ്പ് ഉന്നയിക്കുന്ന തടസ്സങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതുമുതൽ ഏറ്റവും ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരെ. അവിടെ ശൗചാലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ശൗചാലയങ്ങളിൽ നിന്ന് പുറത്ത് പമ്പയിലേക്ക് പോകുന്ന അവിടുത്തെ മാലിന്യങ്ങൾ അത് വിമുക്തമാക്കാൻ വേണ്ടിയുള്ള കൂടുതൽ സൗകര്യങ്ങൾ വേണം. അവിടെ STP ആണ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഞങ്ങള് 97 കൊടുത്തൊരു ആവശ്യമായിരുന്നു. അവിടെ STP ഉണ്ടാവണം. ചെറിയൊരു STP വന്നു. ആ STP കൊണ്ട് 5 MLD STP ആണ് വന്നത്. അതുകൊണ്ട് മതിയാവില്ല. കൂടുതൽ STPകൾ, ആധുനികമായ സൗകര്യങ്ങൾ. കാലം ഇന്ന് ഒട്ടേറെ മാറി. ഇന്ന് നടന്ന ചർച്ചയിൽ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് ആളുകളുടെ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ നടപ്പാക്കാം. അപ്പൊ അവിടെ വന്ന നിർദ്ദേശങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ക്രൗഡ് മാനേജ്മെന്റ് നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ ഇന്ന് അവിടെ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. കാണാതെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായി. ആരോഗ്യ മേഖലയിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായി. മാസ്റ്റർ പ്ലാനിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായി. ആ മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശങ്ങൾ മാത്രമല്ല, പുതിയ ഒരു മെയിൽ ID നൽകിയിരിക്കുകയാണ്. ലോകമെങ്ങുമുള്ള പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും 4000-ലധികം ആളുകൾ പങ്കെടുത്തു. 5000-ഓളം ആളുകളാണ് അവിടെ പങ്കെടുത്തത്. പങ്കെടുത്തവർക്ക് മാത്രമല്ല, പങ്കെടുക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം. ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് അന്തിമമായി കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയാണോ സംഘടിപ്പിച്ചത്, ആ വലിയ ഉദ്ദേശ ലക്ഷ്യം വരുന്ന 25-50 വർഷങ്ങൾ മുമ്പിൽ കണ്ട് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വിരിവെക്കാനുള്ള അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ക്യൂ കോംപ്ലക്സിലേക്ക് അവിടെ ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വെള്ളമോ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യമോ എങ്ങനെയാണ് അത് കൂടുതൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുക. വടം പൊട്ടി പരിക്കേൽക്കാതെ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ശബരിമലയിൽ, പമ്പയിൽ, നിലയ്ക്കലിൽ ഒക്കെ ഈ മാറ്റങ്ങൾ പടിപടിയായി വന്ന മാറ്റങ്ങളാണ്. പക്ഷെ ആ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നീക്കാൻ വരും വർഷങ്ങളിൽ കഴിയില്ല. അതുകൊണ്ട് സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയിട്ടുള്ള ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷമാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റിൽ ദേവസ്വം ബോർഡ് പ്രതീക്ഷ വെക്കുന്നത്, വിശ്വാസികൾ പ്രതീക്ഷ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആഗോള സംഗമം സംഘടിപ്പിക്കാൻ
ശരി തയ്യാറായത്. ശരി ശ്രീ രാജു എബ്രഹാം, ഞാൻ വരാം. വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് CPIM ഇക്കാര്യത്തിലുള്ളത് എന്ന് തന്നെയാണ് രാജു എബ്രഹാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രീ സേനാപതി വേണു, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശബരിമല എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനൊരു ചർച്ച വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു സാധാരണ അയ്യപ്പ ഭക്തൻ്റെ മനം നിറയുന്ന ഒരു ദിവസമല്ലേ ഇന്ന്? പമ്പയിലെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊക്കെ പറയാൻ തോന്നുന്നത്, അതിൽ കൂടെ നിൽക്കേണ്ടവർ നിൽക്കുന്നുണ്ടോ? അക്കാര്യത്തിൽ താങ്കൾ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല. താങ്കളുടെ പാർട്ടിയിലെ പലരും അങ്ങനെ പ്രതികരിച്ച് കണ്ടില്ല. ഇന്ന് കണ്ട പ്രതികരണങ്ങൾ നിരാശാജനകമായിരുന്നു. അത് എന്തിനാണ് അങ്ങനെ? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ സംഗമം സംഘടിപ്പിച്ചവരുടെ ഉദ്ദേശശുദ്ധി. ബഹുമാന്യനായ ശ്രീ വാസവൻ സാർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹം അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പനിലോ ദൈവത്തിലോ വിശ്വാസമുണ്ടോ? അപ്പോൾ അവിശ്വാസികളായ ആളുകൾ ദൈവത്തിലെ എന്താ പറഞ്ഞ വിശ്വാസികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു സംഗമം എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശശുദ്ധി അത് തുടക്കത്തിലെ തന്നെ പാളിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. ഞാൻ അവിടെ അത് കൗതുകമുള്ളൊരു കാര്യമായതുകൊണ്ട് ശ്രീ സേനാപതി വേണുവിനോട് വളരെ രസകരമായി ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ എന്തായാലും അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങളുടെ നേതാക്കന്മാരും. അതെ അതെ, പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന ഈ അയ്യപ്പ വിശ്വാസികളല്ല എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഈ പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ ശ്രീ രാജു എബ്രഹാമിൻ്റെയും VN വാസവൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് നടന്നത്. അയ്യപ്പ ഭക്തർക്ക് അങ്ങനെ ഒരു മനം കുളിരുന്ന കാഴ്ചയുണ്ടായി. അല്ല, ആഗോള അയ്യപ്പൻ സംഗമമാണല്ലോ ഇന്ന് നടന്നത്. ഏത് ആഗോളത്തിൽ നിന്നാണ് അയ്യപ്പന്മാർ അവിടെ വന്നത്? ഇപ്പോ രാജീവ് എബ്രഹാം സാർ പറഞ്ഞത് എത്രയാ, 4000 5000 പല ചാനലുകളിലും കാണുന്നത് 651 ആളുകളുടെ ഒരു കണക്കാണ് ഈ ഇതിനകത്തുള്ള സെമിനാറിലൊക്കെ പങ്കെടുത്തത്. പലയിടത്തെയും കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം കൊണ്ട് പ്രയോജനം ഉണ്ടായത് ആർക്കെന്ന് ചോദിച്ചാൽ പന്തൽ കെട്ടിയവനെ, കാറ്ററിംഗ് നടത്തിയവര്, വണ്ടി ഓടിച്ചവർക്ക്, ഇവർക്ക് മാത്രമാണ്. ശബരിമലയ്ക്കും പ്രയോജനം ഉണ്ടായിട്ടില്ല, അയ്യപ്പനും പ്രയോജനം ഉണ്ടായിട്ടില്ല. പിന്നെ അതിലെ രാഷ്ട്രീയ ലക്ഷ്യം ചിലപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ശബരിമലയുടെ വികസനം എന്ന അജണ്ടയെ മുൻനിർത്തിയിട്ടുള്ള ആ അയ്യപ്പ സംഗമമാണ് നടത്തിയിരിക്കുന്നത് എങ്കിൽ ഖേദപൂർവ്വം ലാലെ പറയട്ടെ, ആ അയ്യപ്പ സംഗമം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാജു എബ്രഹാം പറയുന്നത്. അതായത് ഈ കാര്യത്തിൽ ഈ ചർച്ചയൊക്കെ അവിടെ നടക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ശബരിമല വികസനത്തിലേക്ക് പോകണമെന്നൊരു ചർച്ച അവിടെ നടക്കണമായിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇന്ന് പമ്പ മണൽ തീരത്ത് അവിടെ വന്ന് നിൽക്കണമായിരുന്നു. എല്ലാ അയ്യപ്പ ഭക്തരും അവിടെ നിൽക്കണമായിരുന്നു. സെമിനാർ എന്ന് പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ്. അല്ലാതെ ഒരു 600 പേര് അല്ലെങ്കിൽ 1000 പേര്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ ഒരു 3 സെമിനാർ അവിടെ ഒരേ സമയം നടന്നു, ഒരു വേദിയിൽ 650 പേരാണെന്ന് താങ്കൾ പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അതെങ്ങനെയാണ് കുറവാകുന്നത് സാർ, ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്ന് പങ്കെടുക്കുമ്പോൾ? അല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ രാജു എബ്രഹാം എന്താ പറയുന്നുണ്ട്? ഞാൻ വരാം, ഒരു മിനിറ്റ്, ഞാൻ സേനാപതി വേണോ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, എൻ്റെ ഒരു ചോദ്യം, ഈ 650 പേരോ അല്ലെങ്കിൽ 4000 പേരോ ഈ ആളുകള് അവിടെ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്താണ് അവിടെ അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയാനുള്ള എന്തെങ്കിലും വേദിയോ മറ്റു കാര്യങ്ങളോ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ഈ സെമിനാറിൽ റേഡിയോയിൽ നിന്നും TV-യിൽ നിന്നും പറയുന്ന പോലെ ആ വേദിയിൽ ഇരിക്കുന്നവർ പറയുന്നു എന്നുള്ളതല്ലാതെ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാൻ ഈ ഒരു കാര്യം അല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാറില്ലല്ലോ. ഈ റേഡിയോയും TV ഒന്നും കണ്ട് വിശ്വസിക്കണ്ടല്ലോ. അവർ പറ്റിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി കരഞ്ഞു വിളിക്കുകയായിരുന്നില്ലേ മാധ്യമങ്ങൾ നിങ്ങളെ വല്ലാതെ അപമാനിക്കുന്നുവെന്ന്? നിങ്ങൾക്ക് ഇവരെ വിശ്വസിക്കണ്ടല്ലോ. നിങ്ങൾക്ക് നേരെ അവിടെ പോയത് കേൾക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പോയില്ല സാർ? അല്ല, ഞങ്ങൾ തുടക്കത്തിലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തവരാണ്. ഇത് നേരായ ഉദ്ദേശത്തിലല്ല, സത്യസന്ധമായ ഉദ്ദേശത്തിലല്ല നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത്. ഇത് ആഗോള അയ്യപ്പ സംഗമമല്ല. ആഗോള അയ്യപ്പന്മാരുടെ പേരിൽ ചില ആളുകളെ, പൗരപ്രമുഖരോ അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന സംഗമമാണ്. ഇത് ശബരിമലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നല്ല. ഞാൻ ഒരു മിനിറ്റ് കൂടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എൻ്റെ ഭാഗം അവസാനിപ്പിക്കുക. അതായത് ഒന്ന്, അങ്ങ് മനസ്സിലാക്കേണ്ടത് ശബരിമല എന്നുള്ളത് അതിൻ്റെ ഒരു വിശ്വാസം, ഇത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമെന്നാണ്. 5 ക്ഷേത്രങ്ങളാണ് പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ളത്. അത് അച്ചൻകോവില്, അയ്യപ്പൻ കോവില്, ആര്യങ്കാവ്, കൊളത്തുപുഴ, ശബരിമല. അത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പരശുരാമന്
ഇത് ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല. ഇതെന്തിനാ ഈ കൊടുങ്കാറ്റിൽ സ്ഥാപിച്ചത്? ആ അയ്യപ്പന്മാരിൽ 5 ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം, അച്ഛൻകോവിലിലെ അയ്യപ്പന്റെ സങ്കല്പം എന്ന് പറയുന്നത് പൂർണ്ണ പുഷ്കല 2 യുവതികളോടൊപ്പം, യുവതിയാണോ എന്ന് എനിക്കറിയത്തില്ല, അവരോടൊപ്പമുള്ള അയ്യപ്പനാണ് പൂർണ്ണ പുഷ്കല. അതാണ് അയ്യപ്പൻ കോവിലിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ആര്യങ്കാവിലെ അയ്യപ്പനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകാനുള്ള സമയം സേനാപതി വേണു ഇല്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ താങ്കളെ വല്ലാതെ പ്രകീർത്തിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ആ ക്ഷേത്രത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അല്ല മാറ്റേണ്ടത്, മറിച്ച് അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ആഗോള അയ്യപ്പ സംഗമം അല്ല പരിഹാരം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ ഇനി പരിമിതമായ ദിവസങ്ങൾ ഉള്ളപ്പോൾ ഈ സംഗമം നടത്തിയിരിക്കുന്നത് അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. ശരി. എന്തായാലും ഒരു ആഗോള അയ്യപ്പ സംഗമം അല്ല വേണ്ടത്. അവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാൻ പോകുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. പിന്നെ പല തരത്തിലുള്ള ഉൽപ്പത്തി കഥകൾ ഉണ്ട് ഈ അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ 2016 ശേഷം 2021 ശേഷമൊക്കെ ഒരുപാട് സേനാപതി വേണു വായിച്ച് പഠിച്ചിട്ടുണ്ട്. രാജു എബ്രഹാം അത് ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാജു എബ്രഹാമിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് BJP പ്രതിനിധിയോട് കൂടി ഒരു അവസരം അദ്ദേഹത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ അഖിൽ രവീന്ദ്രൻ, നോക്കൂ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ വരെ എന്നുള്ളത് നമ്മളൊക്കെ കേട്ടതാണ് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ ഏത് രീതിയിലാണ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് എന്നും നമുക്കറിയാം. നിങ്ങളുടെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പമ്പയിൽ നടന്ന ഈ അയ്യപ്പ സംഗമത്തിൽ കൊടുത്ത മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മളൊക്കെ വായിച്ച് കേട്ടു. താങ്കൾ ആ ഭാഗത്താണോ അതോ ഇവിടെ കേരളത്തിൽ ചിലർ അവസരങ്ങൾ നോക്കിയിരിക്കുന്നത് പോലെയുള്ള ആ ചിന്തയിലാണോ? എവിടെയാണ്? കേൾക്കാം, പറഞ്ഞോളൂ. 2018 അയ്യപ്പ നിന്ന് നടത്തിയ അയ്യപ്പ വിശ്വാസികളെയും ശബരിമല ആചാരങ്ങളെയും ഒക്കെ ഖനിച്ച ഒരു സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ഇന്ന് സമസ്താപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുവാൻ നടത്തിയിട്ടുള്ള ഈ അയ്യപ്പ സംഗമത്തിന് അയ്യപ്പൻ ഉണ്ടായില്ല എന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവാക്കിയ തുക, സർക്കാർ ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, മാസ്റ്റർ പ്ലാനുകൾ, ശബരിമലയുടെ സമഗ്ര വികസനം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുള്ള ഈ അയ്യപ്പ സംഗമം ഇന്ന് വെറും 623 പേരെയും കൊണ്ട് ഒരു സമ്മേളനമാക്കി ഒരു ഹാളെടുത്ത് ആ ഹാളിൽ ഒരു ചെറിയ മൈക്കം വെച്ച് നടത്താൻ പറ്റുന്ന ഒരു സമ്മേളനത്തിൽ എവിടുന്നാണ് താങ്കൾക്ക് ഈ 623 കണക്ക് കിട്ടിയത്? എവിടുന്നാണ് 623 എന്നൊരു കണക്ക് കിട്ടിയത്? സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് അവർ നടന്നിട്ടുള്ളത്. ഇത് സർക്കാർ ഈ അവസരത്തിൽ ഇലക്ഷന് മുമ്പ് നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണ്. ഇലക്ഷന് വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ് ഇന്ന് പമ്പയിൽ നടന്നിട്ടുള്ളത്. സർക്കാരിന് എന്താണ് മുന്നോട്ട് വെക്കാനായിട്ടുള്ളത്? ശബരിമലയുടെ വികസനം എന്ന് പറയുമ്പോൾ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഈ 8 വർഷം കാലം എന്താണ് അവിടെ വികസനം നടത്തിയിട്ടുള്ളത്? ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷോപലക്ഷം ആളുകൾ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ആളുകൾ. ശരി, ഈ 8 വർഷക്കാലം നിങ്ങളുടെ ഒരു സർക്കാർ 8-ൽ കൂടുതൽ 11 വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? എന്തെങ്കിലും ഒരു പ്രാഥമിക സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അഖിൽ രവീന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? അഖിൽ രവീന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ? തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവിടെ 4245 പേര് രജിസ്റ്റർ ചെയ്ത ആ സമ്മേളനത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ആ ആളുകളെല്ലാം തന്നെ ആ സംഗമത്തിൽ നിന്നും പിന്തിരിഞ്ഞത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് നൽകുന്ന മറുപടിയാണ്.
അയ്യപ്പ വിശ്വാസികളോട് നടത്തിയിട്ടുള്ള നീചമായ പ്രവർത്തികൾ അവർ അഖിൽ മറന്നിട്ടില്ല രവീന്ദ്രൻ എന്നുള്ളതിന്റെ ഞാൻ വിസ്താരമാണ് പറയുന്നത് ഇന്ന് പമ്പയിൽ താങ്കൾക്ക് കണ്ടിട്ടുള്ളത്. കേൾക്കാമെങ്കിൽ അപ്പോൾ മാത്രമേ ഈ സർക്കാരിന്റെ ചർച്ചയിൽ ഒരു നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പരാജയം കാര്യമുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഞാൻ മാത്രം വരാം. അദ്ദേഹത്തിന് കൂടി ഒരു കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അദ്ദേഹം കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ രാജു എബ്രഹാമിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ രാജു എബ്രഹാം നോക്കൂ, സേനാപതി വേണു പറഞ്ഞ കാര്യത്തിൽ ഒരു 650 പേരുടെ കണക്കാണുള്ളത്. അഖിൽ രവീന്ദ്രൻ അതിൽ നിന്ന് കുറച്ചുകൂടെ തിട്ടം വരുത്തുന്ന രീതിയിൽ എണ്ണിയിട്ടുണ്ട്. 623 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെയാണ് ഇവിടുത്തെ ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെടുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പരാജയമാണ് എന്ന് മാധ്യമങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് പരാജയം എന്നൊക്കെ ഇങ്ങനെ വരുത്താനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് കാര്യത്തിനാണ് ഈ സംഗമം നടന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ട്, ഒരു ഔട്ട്കം ഇതിൽ നിന്നുണ്ടായി എന്ന് പറയാൻ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറയാൻ? ആഗോള സംഗമത്തിന് എതിരായിട്ടുള്ള വലിയ പ്രചരണമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നടത്തിയത്. എനിക്ക് തോന്നുന്നു ആ പ്രചരണം തന്നെയാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികളും ലോകമെങ്ങുമുള്ള ജനങ്ങളും, നാനാജാതി മതസ്ഥരായ ജനങ്ങൾ വളരെ വളരെ പ്രത്യാശയോടെയാണ് ഈ ആഗോള സംഗമത്തെ കണ്ടത്. ഇന്ന് രാവിലെ അവിടെ ലൈവായിട്ടുള്ള ടെലികാസ്റ്റിംഗ് ആയിരുന്നു എല്ലാ ചാനലുകളും നടത്തിയത്. ആ എല്ലാ ചാനലുകളും കണ്ട ലൈവായിട്ടുള്ള ആളുകളാണ് ഈ മലയാളികൾ. ലോകത്തിലുള്ള എല്ലാ മലയാളികളും അത് ലൈവായിട്ട് കണ്ടതാണ്. അവിടെ 3000 കസേര മാത്രമാണ് ഇട്ടത്. 3000 കസേര കഴിഞ്ഞ് കസേര കിട്ടാതെ എത്ര ആളുകളാണ് ആ വാതിക്കലും പുറത്തും ആയിട്ട് നിന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ തന്നെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതിപ്പം ലൈവായിട്ട് ഓൺലൈനിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതുപോലൊരു ഒരു ആൾക്കൂട്ടം അദ്ദേഹം പോലും ഇതിന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് 3 ചർച്ചകൾ, ബഹുമാനപ്പെട്ട ലാല് സൂചിപ്പിച്ചതുപോലെ 3 വേദികളിലായിട്ടായിരുന്നു ചർച്ചകൾ. ആ വേദിയിൽ പ്രത്യേകിച്ച് മാസ്റ്റർ പ്ലാനിന്റെ ചർച്ച നടന്ന വേദിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെയായിരുന്നു. ഒരുപക്ഷെ ഒരു വേദിയിൽ 600 ഉണ്ടാവും. കാരണം ഇത് 3 സ്ഥലങ്ങളിലായിട്ടാണ് ചർച്ചകൾക്ക് വേണ്ടി ആളുകൾ പോയിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ചർച്ചയിൽ വന്ന് ഇരുന്നിട്ടുണ്ടോ? ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. ഒരു വലിയ പരിപാടികൾ നടക്കുമ്പോ എല്ലാ ആളുകളും ഒരു ചർച്ചാവേദിയിൽ വന്നിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല. അങ്ങനെയുള്ള ഒരു ബാലിശമായ ഒരു വാദമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉയർന്നു വന്ന പ്രസംഗങ്ങൾ, അവിടെ ഇത്രയും മതനേതാക്കന്മാർ നടത്തിയ പ്രസംഗം, ഇത്രയും മതനേതാക്കന്മാരുടെ പങ്കാളിത്തം, NSS ആണെങ്കിലും SNDP ആണെങ്കിലും KPMS ആണെങ്കിലും അങ്ങനെ മലേറിയ ആണെന്നുണ്ടെങ്കിലും വിവിധ വെള്ളാള മഹാസന്മാർ അവരെല്ലാം ഈ ചർച്ചയിൽ അവിടെ അനുഭാവം പ്രകടിപ്പിക്കാൻ, പിന്തുണ പ്രഖ്യാപിക്കാൻ, ഇത് വിജയിപ്പിക്കാനാണ് അവരെല്ലാം എത്തിയത്. കാരണം അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, കാരണം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ 2 മന്ത്രിമാരാണ് അവിടെ പൂർണ്ണമായും അവിടെ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഒരു കാരണവശാലും ഉയർത്തി കാണിക്കരുത്. ഇതുവരെ നടത്തിയ പ്രചരണങ്ങൾ മുഴുവൻ പൊളിഞ്ഞ് പാളിഷായി. അപ്പോ പുതിയ ആരോപണങ്ങൾ എന്തിനു വേണ്ടിയാണ്? കാരണം ലൈവായി ഈ പരിപാടികൾ മുഴുവൻ കണ്ടവരാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. അവരുടെ മുന്നിൽ നമ്മൾ സ്വയം താഴരുത്. നമ്മുടെ സ്വയം വില നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ, ഇത്തരം ചർച്ചകൾ എത്തുന്നത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ശരി. അഖിൽ രവീന്ദ്രൻ, ഞാൻ താങ്കൾക്ക് ഇടയ്ക്കൊരു സമയം 1 മിനിറ്റ് കൂടെ തരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ സാങ്കേതികമായി താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോകേണ്ടി കൂടി വന്നു. അഖിൽ, അത് പറഞ്ഞിട്ട് ഞാൻ മന്ത്രി കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലേക്കൂടെ ഒന്ന് പോകാം. അഖിൽ, നോക്കൂ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ തന്നെ പരമമായ പദം അലങ്കരിക്കുന്ന നേതാവാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയ സന്ദേശം നമ്മൾ വായിച്ചതാണല്ലോ, നമ്മൾ കേട്ടതാണല്ലോ. നിങ്ങൾ ആ ഭാഗത്തില്ലേ? യോഗി സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? പറഞ്ഞോളൂ.
യോഗി ആദിത്യനാഥും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതാക്കന്മാരും എല്ലാം തികഞ്ഞ വിശ്വാസികളാണ്. അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുവാനും അയ്യപ്പന്റെ വിശ്വാസങ്ങൾക്ക് മതിപ്പ് പറയാനും അല്ലെങ്കിൽ ശബരിമല വിശ്വാസങ്ങളെയും ഈ രാജ്യത്തെ നമ്മുടെ എല്ലാ മതങ്ങളെയും കൊണ്ടും എല്ലാം തന്നെ അവർ തയ്യാറാകുന്ന നേതാക്കന്മാരാണ് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങൾ ഓരോരുത്തരും. അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്നാണ് സഖാക്കന്മാർ ഈ ഭക്തിയുടെ അതല്ല ചോദ്യം. അഖിൽ രവീന്ദ്രൻ അതല്ല ചോദ്യം. നിങ്ങൾ യോഗി ആദിത്യനാഥ് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആങ്കറുടെ സൗണ്ട് എനിക്ക് ക്ലിയർ അല്ല. താങ്കൾ ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. യോഗി ആദിത്യനാഥ് പറഞ്ഞത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, യോഗി ആദിത്യനാഥ് ഈ വിശ്വാസങ്ങളെ ചേർത്ത് നിർത്തുന്നയാളാണ്. യോഗി ആദിത്യനാഥ് ഇത് അത്ഭുതമല്ല, പറയുന്ന കാര്യം അത്ഭുതമല്ല. അദ്ദേഹം തികഞ്ഞ വിശ്വാസിയാണ്. എനിക്ക് താങ്കൾ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് യോഗി ആദിത്യനാഥ് വിശ്വാസിയാണ്, അതുകൊണ്ട് അദ്ദേഹം ഇത് അംഗീകരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരും വിശ്വാസികളല്ലേ? പറഞ്ഞതിന് അത്ഭുതമില്ല, പക്ഷെ പിണറായി വിജയൻ പറഞ്ഞതിൽ അത്ഭുതമുണ്ട്. പിണറായി വിജയന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. യോഗി ആദിത്യനാഥ് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? 2018 പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ശരി, എന്തായാലും നിങ്ങൾ ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ യോഗം ചേർന്ന് കേരളത്തിലെ BJP-ക്കാരെങ്കിലും യോഗം ചേർന്ന് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. യോഗി ആദിത്യനാഥ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങൾ തീരുമാനിക്കുക ആദ്യം. ശരി, ഞാൻ വരാം. ഇപ്പോൾ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ VN വാസവൻ, എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം പോലെ ഒരു കാര്യം സംഘടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്ത് ഇന്നിതായിപ്പോൾ ഏറ്റവും ചർച്ചയ്ക്കൊടുവിൽ വല്ലാതെ ഈ എതിർക്കുന്നവരെ കൊണ്ട് പോലും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ആദ്യം താങ്കൾക്കൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഈ സെൻസിറ്റീവ് വിഷയത്തിൽ ഇങ്ങനൊരു സംഗമം നടത്തിയതിന് ചരിത്ര സംഭവമായി എന്ന് തന്നെ പറയാം അല്ലേ? ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തിയതിന്. ഒരു വിശ്വമാനവിയുടെ മഹാസംഗമം പമ്പ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ചരിത്രം മറ്റൊരു രൂപത്തിൽ രേഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഞങ്ങൾ ഈ മഹാസംഗമത്തിൻ്റെ ഉള്ളടക്കം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ വൈഷമ്യമേറിയൊരു കാര്യത്തിലേക്കാണ് കടക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ സംഘാടനം, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ, സംസ്ഥാനത്തിനകത്തുനിന്ന് വരുന്ന വിവിധ പ്രദേശങ്ങളിലെ അയ്യപ്പ ഭക്തന്മാർ, അത് വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നാനാതരത്തിലുള്ള, ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വത്തിലേകത്വം എന്ന ആശയം പറയുന്നത് പോലെ തന്നെ നാനാതരത്തിലുള്ള സാംസ്കാരിക സാമൂഹ്യ സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരു ജനത ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഒരു വിഷയത്തെ മുൻനിർത്തി ഒരു സംഗമത്തിലേക്കെത്തി അവിടെ അവരേറ്റവും പ്രാധാന്യത്തോടു കൂടി ആ വിഷയം ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിത്തീർക്കുക. പിന്നിട്ട വർഷത്തിൽ ഏതാണ്ട് 53,60,000 പേരാണ് സീസണിൽ വന്നത്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും വരുന്നത് വേറെ. ഇത്തരമെല്ലാം കൂട്ടിച്ചേർത്താൽ ഓരോ വർഷം കഴിയുന്നതോറും ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ നമ്പറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ഇന്നുള്ള അതിൻ്റെ പരിധികളും പരിമിതികളും ഒക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഭാവിയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായി ദർശനം ഉറപ്പാക്കാനും ഒപ്പം ഈ തീർത്ഥാടനം വിജയകരമാക്കി മാറ്റാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണം എന്നവർ തീരുമാനിച്ചത്. അതിനും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമൊക്കെ എത്തിച്ചേർന്ന അയ്യപ്പ ഭക്തന്മാർ
പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ് ഭാവിയിൽ ഇനിയും വിപുലീകരിക്കപ്പെട്ട സംവിധാനങ്ങളും സഹായങ്ങളും വേണ്ടിവരും. ഞങ്ങൾക്കെല്ലാം ചിലത് നിർദ്ദേശിക്കാനുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അത് കേൾക്കാനൊരു അവസരം ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്നവർ അന്നത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ വന്നവർ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരമൊരു തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിൻ്റെ സഹായം അഭ്യർത്ഥിച്ചത്. ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം നിശ്ചയമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന അത്തരം അഭ്യർത്ഥന ഏറ്റെടുത്ത് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആ കാര്യത്തിൽ എല്ലാ രംഗത്തും വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ ഏതാണ്ട് 53,60,000 പേർ മണ്ഡല കാലഘട്ടത്തിലും മകരവിളക്ക് കാലഘട്ടത്തിലും വന്നിട്ട് ഒരാൾക്ക് പോലും ദർശനം കിട്ടാതെ വന്നില്ല എന്ന് മാത്രമല്ല ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യസ്ത ആശയമുള്ളവരൊക്കെ വന്ന് എല്ലാവരും ഒരേപോലെ പറയുകയും മീഡിയ അടക്കം ഒരേപോലെ പറയുകയും ചെയ്തു. കുറ്റമറ്റ തീർത്ഥാടന കാലഘട്ടം. ഭാവിയിൽ ഇനി അങ്ങനെ തന്നെ ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെൻറ് അതിന് സഹായം ചെയ്തെടുത്തുകൊണ്ട് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടി ഭാഗമായി ഭാവിയിൽ ഇന്നുള്ള ഒട്ടനവധി പരിമിതികൾ പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള പുതിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ ഏതാണ്ട് 6-7 വർഷം മുമ്പ് തന്നെ തീരുമാനിച്ചതാണ്. ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയത് ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല. രണ്ടാമതൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ബഡ്ജറ്റിൽ നിന്ന് പണം മുടക്കി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ആ മാസ്റ്റർ പ്ലാൻ നമ്മുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചു, കോടതി അംഗീകരിച്ചു, സംസ്ഥാനത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു അംഗീകാരം നൽകി. ഇങ്ങനെ എല്ലാവരും അംഗീകരിച്ച ഈ മാസ്റ്റർ പ്ലാൻ എങ്ങനെ നടപ്പാക്കണമെന്നും ഭക്തി ആയി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രയാസവും കൂടാതെ മുന്നോട്ട് പോകാൻ സഹായിക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് സംജാതമാക്കേണ്ടതെന്നുമെല്ലാം പറയാനുള്ളൊരവസരം ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലേക്ക് അത് എത്തി. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് വെച്ച ഒരാശയം. ഒന്ന്, മാസ്റ്റർ പ്ലാൻ, അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക, അതുപോലെ അതിൻ്റെ ഹരിത ഭംഗി നിലനിർത്തുക, അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക എന്ന വിധത്തിലേക്ക് ആദ്യത്തെ അജണ്ട ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയൊക്കെ സേനാപതി വേണുവും അഖിൽ രവീന്ദ്രനും ഒക്കെ പറയുന്ന ചില കണക്കുകൾ ഉണ്ട്. അവർ ചില മാധ്യമങ്ങളിൽ നിന്ന് കേട്ട കണക്കുകളായിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ പല മാധ്യമങ്ങളിലും അങ്ങനെ പല രീതിയിലുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ടത്രേ. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ ആ കാര്യങ്ങൾ? ഒരു പരാതിയും പരിഭവവും ഒക്കെ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ നമുക്കിതുവരെ അതുതന്നെയാണ് അനുഭവം. എന്നാലും ചോദിക്കുകയാണ്. കൃത്യം യെസ്, ഇപ്പം തന്നെ ഞാൻ കൃത്യമായി അതിൻ്റെ കണക്കുകൾ പറഞ്ഞ 2 കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് രണ്ടാമത് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കൃത്യമായി പറഞ്ഞാൽ ഒരാഗോള പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി ഇത് മാറുക. ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുമ്പോൾ അതിനൊരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാവണം. ഇതായിരുന്നു രണ്ടാമതായി ചർച്ച. മൂന്നാമതായി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് എങ്ങനെയാണ് ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് ശൈലിയിൽ പരിഹരിക്കുക. ഈ 3 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. അതിന് സെമിനാർ പ്രത്യേകം സെക്ഷനുകളാക്കി. ഇതിൽ പങ്കെടുത്തത് ഉദ്ഘാടന സമ്മേളനത്തിൽ 4126 പേരാണ് പങ്കെടുത്തത്. നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് 3000 പേരാണ്. രജിസ്ട്രേഷൻ തന്നെ 5000-ഓളം വന്നു. അപ്പോൾ മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയിച്ചു. അവരോട് അതിന് ക്ഷമായാചന നടത്തി ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കും കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുള്ളവർക്കുമായി ഞങ്ങളത് നിശ്ചയിച്ച് തിരിച്ചറിയിക്കുകയാണ് പിന്നെ ചെയ്തത്. അങ്ങനെ 3000-ത്തെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ചില സംഘടനകളുടെ ഭാരവാഹികളെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അങ്ങനെ 500 കൂടി വർദ്ധിപ്പിച്ചു. അങ്ങനെ 3500 പേരെ ഇരുത്താനുള്ള കസേര ഇട്ടെങ്കിലും വീണ്ടും ആളുകൾ വന്നുകൊണ്ട് 4000 പേരെ ഇരുത്താനുള്ള കസേരകൾ റെഡിയാക്കി. അപ്പോൾ കൃത്യമായി കണക്കുകൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത കൗണ്ടറുകളിലേക്ക് എത്തിച്ചേർന്ന് 4126 പേരാണ്. അത് ഓരോ സ്ഥലത്തു നിന്നുള്ള കൃത്യമായ കണക്ക് പറയാം. 182 പേരാണ് വിദേശ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള പ്രതിനിധികൾ. അതിൽ മലേഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, ശ്രീലങ്കയുണ്ട്, അബുദാബിയുണ്ട്, ദുബായിയുണ്ട്, ഷാർജയുണ്ട്, അജ്മനുണ്ട്, ബഹ്റിനുണ്ട്, ഒമാനുണ്ട്, ഖത്തറുണ്ട്, സിംഗപ്പൂരുണ്ട്, കാനഡയുണ്ട്, UK ഉണ്ട്, സൗദിയുണ്ട്.
ഈ രാജ്യങ്ങളിലെല്ലാമായി 182 പേരാണ് അതിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 1545 പേര്, ആന്ധ്രാപ്രദേശിൽ 90 പേര്, തെലങ്കാന 182 പേര്, കർണാടകയിൽ 184 പേര്, മഹാരാഷ്ട്രയിൽ 43 പേര്, പോണ്ടിച്ചേരിയിൽ 53 പേര്, ഉത്തർപ്രദേശിൽ 4 പേര്, ഗുജറാത്തിൽ 4 പേര്, ഡൽഹിയിൽ നിന്ന് 2 പേര്, ഹരിയാനയിൽ നിന്ന് ഒരാൾ, ഛത്തീഗഡിൽ 4 പേര്, ആസാമിൽ നിന്ന് ഒരാൾ, ഒഡീഷയിൽ നിന്ന് 12 പേര്, ഇങ്ങനെ 2125 പേർ സംസ്ഥാനത്തിന് വെളിയിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് 1819 പേർ, ഏതാണ്ട് 26ഓളം സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആ സംഘടനകൾ ഏതൊക്കെയാണെന്ന് സ്വാഗത പ്രസംഗത്തിൽ കൃത്യമായി സംഘടനയുടെ പേര് വായിച്ച് അവരുടെ പേരും വായിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞിരുന്നു. അവരെല്ലാം സദസ്സിലുണ്ടായിരുന്നു. അതിലൊരാൾ വിട്ടുപോയപ്പോൾ അവർ വന്ന് വേദിയിൽ രേഖപ്പെടുത്തി അത് പിന്നീട് ഏറ്റുപറയുകയും ചെയ്തു. പിന്നെ സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന ടീമുകളാണ് ആലങ്ങാട് സംഘം, അമ്പലപ്പുഴ സംഘം, പേട്ടതുള്ളലൊക്കെ ചരിത്രപ്രസിദ്ധമാണ് അവരുടെ വരവുമല്ല. അങ്ങനെയുള്ള ടീം പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, മലബാർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, കൂടൽമാണിക്യ ദേവസ്വം ബോർഡ് നേതൃത്വത്തിലെല്ലാം പ്രത്യേക വാഹനങ്ങളിൽ അവർ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതുമായ ആളുകൾ എത്തിച്ചേർന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഈ നമ്പർ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ ആദ്യം 3000 തീരുമാനിച്ചു, പിന്നെ 3500 പറഞ്ഞു, ഇനി അത് 4126 മാറിയത് ഈ തരത്തിൽ നമ്മൾ പറയാത്തത് കൂടി ഈ ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഏറ്റവും അവസാനമായി കൃത്യമായി മിശ്ര ഈ പറഞ്ഞ കൗതുകം മാത്രമല്ല, പല കൗതുകങ്ങളുണ്ട് ഈ കാര്യത്തിൽ. ഈ എണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ മിനിസ്റ്റർ തന്നെ രാവിലെ പ്രസംഗിച്ചപ്പോൾ ആ തുടക്കം വല്ലാതെ കൗതുകം ഉണ്ടാക്കിയതാണ്. ഒരു കത്ത് വായിച്ചുകൊണ്ടാണ് മിനിസ്റ്റർ ഇന്ന് പ്രസംഗം തുടങ്ങിയത്. ആ കത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് വായിച്ചത് ആരുടെ കത്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ആണ് താങ്കൾ വായിച്ചത്. ആ പ്രത്യേകത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നിശ്ചയമായും നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ വന്നു പോകാറുള്ള എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കണമെന്ന് ആദ്യം തന്നെ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മുമ്പ് ഇവിടെ വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാർ, ഇപ്പം നിലവിലുള്ള മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, അയൽ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, ഇവരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിരുന്നു. ആ ക്ഷണിച്ച കൂട്ടത്തിൽ 2 മുഖ്യമന്ത്രിമാരാണ് നമുക്ക് സന്ദേശം അയച്ചത്. അതിലൊന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രണ്ടാമത് ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ്. അദ്ദേഹം മനോഹരമായ ഒരു മെസ്സേജോട് കൂടിയാണ് നമുക്ക് അയച്ചിരുന്നത്. അതേസമയത്ത് കർണാടകത്തിൽ നിന്ന് വരാൻ തീരുമാനിച്ച മന്ത്രിയെ പോലും വിലക്കുന്ന ആ സ്ഥിതിവിശേഷം കേരളത്തിൽ നിന്ന് ചില കൂട്ടരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ തെലങ്കാനയും ആന്ധ്രാപ്രദേശുമൊക്കെ ആദ്യഘട്ടത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇങ്ങനെ വരാൻ തീരുമാനിച്ചിരുന്നവരെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് ചിലർ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് തമിഴ്നാട്ടിലെ 2 മന്ത്രിമാരെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അയച്ചത്. ആ പേര് സഹിതം നേരത്തെ തന്നെ നമുക്ക് തന്നിരുന്നു. അവരുടെ പ്രസംഗം ഉണ്ടായി. ഇതുകൂടാതെ മന്ത്രി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ പിന്നീട് അന്ന് അദ്ദേഹം വേദിയിൽ കയറി വന്നതുകൊണ്ടാണ് ആ സ്വാഗത പ്രസംഗത്തിൽ വരാതെ പോയിട്ടുള്ളത്. ഇതുകൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിൽ നമ്മുടെ സെമിനാറുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന കൂട്ടരാണ്. അതിലൊന്ന് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന TK നായരായിരുന്നു. ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹമായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ മറ്റൊരു സെമിനാർ നിയന്ത്രിച്ചിരുന്ന മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ IAS അവറുകളാണ്. വളരെ മനോഹരമായി ആ സെക്ഷൻ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഒട്ടനവധി പ്രമുഖന്മാരായിട്ടുള്ള വിദഗ്ധന്മാരതിൽ പങ്കെടുത്തിരുന്നു. മൂന്നാമത്തെ സെഷൻ കൈകാര്യം ചെയ്തിരുന്നത് മുൻ DGP ജേക്കബ് പുന്നൂസും ADGP ശ്രീജിത്തുമായിരുന്നു. അത് പരിധിപ്രജ്ഞരായ ഉദ്യോഗസ്ഥന്മാരെന്ന രൂപത്തിൽ ഇങ്ങനെ ഇതിലെല്ലാം പങ്കെടുത്ത അനുഭവസമ്പത്തുള്ള ഉദ്യോഗസ്ഥ പ്രമുഖ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ഈ രംഗത്ത് അനുഭവസമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിൽ പങ്കാളികളായി ജനപ്രതിനിധികളും പങ്കെടുത്തുകൊണ്ടാണ് ചർച്ചകളൊക്കെ നടന്നത്. ആ ചർച്ചകളെല്ലാം ക്രോഡീകരിച്ചതിൻ്റെ കൺക്ലൂഡിംഗ് സെക്ഷനിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അത് നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അത് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട. ഇതിലെല്ലാം കൂടെ ഒരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ കോടതിയെ സമീപിച്ചപ്പോൾ അത് തടഞ്ഞില്ലെന്ന് മാത്രമല്ല ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ സുപ്രധാനമായ ഒരു നിർദ്ദേശമായിരുന്നു, സാധാരണ ഇപ്പോൾ നട തുറന്നിരിക്കുന്ന സമയമാണ്, നാളത്തെ കൂടിയുണ്ട്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തടസ്സവുമില്ലാതെ പോകാനുള്ള സൗകര്യം ഉറപ്പാക്കി കൊടുക്കണം. അത് കോടതി പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രംഗത്ത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ മറ്റൊന്ന് കോടതി പറഞ്ഞിരുന്നത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം നടക്കേണ്ടത്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയും അവിടെ ആർക്കും വെള്ളം കൊടുക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല അതിനെല്ലാം പ്രത്യേകമായ സംവിധാനം ഒരുക്കി
ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചിരുന്നു എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, കോടതി പറഞ്ഞിരുന്നത് ഈ കാര്യത്തിൽ ഖജനാവിൽ നിന്ന് കൂടുതൽ പൈസ മുടക്കാതെയോ എങ്ങനെയാണോ നിങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച കണക്ക് 45 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്നാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അക്ഷരം പ്രതിപാദിക്കുന്ന രൂപത്തിൽ അവരതിൻ്റെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച എല്ലാ നിബന്ധനകൾക്കും വിധേയമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതും കൃത്യമാണ്. ആ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ മിനിസ്റ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് പ്രേക്ഷകരുടെയും അതുപോലെ രാജീവ് അബ്രഹാം ഇവിടെ ഉണ്ട്, എനിക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കർണാടകത്തിൽ നിന്ന് വരാനിരുന്ന മന്ത്രിമാരെ തടഞ്ഞ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്നു എന്ന് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഞാനത് മിനിസ്റ്ററെ അതിലേക്ക് കൂടുതൽ വലിച്ചിഴക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുണ്ടെന്നറിയാം. 1-2 കാര്യങ്ങൾ കൂടി മാത്രം. ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ അയ്യപ്പ സംഗമത്തിൽ അവിടെ സ്റ്റേജിലൊക്കെ കണ്ടത്. ഒരേ സമയം SNDP, NSS, KPMS നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പല സംഘടനകളെയും അതുപോലെ സ്ഥാപനങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൻ്റെ കൂടി ആ സഹകരണം തെളിയിക്കുന്നതാണ്. അതെങ്ങനെ കാണുന്നു മിനിസ്റ്റർ? നിശ്ചയമായും കേരളത്തിലെ 28ഓളം സംഘടനകളാണ് അതിൽ സഹകരിച്ച് കത്ത് തന്നിരുന്നതും പരസ്യപ്പെടുത്തുന്നതും. അവരെല്ലാം വേദിയിലും സദസ്സിലുമായിട്ടുണ്ടായിരുന്നു. ആ സംഘടനകളെല്ലാം പേര് കൃത്യമായി സ്വാഗത പ്രസംഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ വായിച്ചു. അവർക്ക് സ്വാഗതം പറഞ്ഞിരുന്നു. ഇങ്ങനൊരു കൂട്ടായ്മ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ആർക്കും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ, ഈ കാര്യത്തിലെല്ലാം കൃത്യമായി നമ്മൾ നിശ്ചയിച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഭംഗിയായി വിജയകരമായി നടന്നിരുന്നു. ആരും ഒരാക്ഷേപം പറയാതെ, ഒരു പരാതി പറയാതെ ഇത്രയേറെ വിജയകരമായി സംഘടിപ്പിച്ചതിന് എല്ലാവരും ഞങ്ങളെ അഭിനന്ദിച്ചിട്ടാണ് പോയത്. അവസാനം പിരിയുന്നവരെല്ലാം അത് ശ്രീലങ്കയിൽ നിന്ന് വന്നവർ, സിംഗപ്പൂരിൽ നിന്ന് വന്നവർ, അതുപോലെ അവരങ്ങോട്ടും ക്ഷണിച്ചിട്ടാണ് പോയത്. അതുപോലെ ശ്രീലങ്കക്കാരാണെങ്കിൽ ഇപ്പോൾ ശബരിമലയെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായി അവർ പ്രഖ്യാപിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയുമുണ്ട്. ഇപ്പോൾ ഇന്ന് സായാഹ്നത്തിൽ നമുക്ക് കിട്ടിയ ഒരു വാർത്തയനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ ഒരു സന്ദർശനം ഒക്ടോബറിൽ വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് നമ്മുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യം ഒരുക്കുമെന്ന് നമ്മൾ തിരിച്ചറിയിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ സന്ദർശിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആഗോള തീർത്ഥാടന കേന്ദ്രം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് എല്ലാം വരുമ്പോൾ അപൂർവം ചില ഒറ്റപ്പെട്ട ചില ചാനലുകളും ചില സോഷ്യൽ മീഡിയയും ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഓഡിറ്റോറിയത്തിന് ചില ഭാഗമെടുത്ത് കാണിച്ചുകൊണ്ട് ഈ കാര്യത്തെ തീർച്ചയായിട്ടും ചില ചാനലുകളും ചില സമൂഹ മാധ്യമങ്ങളും ഒക്കെ മാത്രമല്ല, നമ്മുടെ ഈ പാനലിലുള്ള ശ്രീ സേനാപതി വേണുവിൻ്റെ നേതാക്കന്മാർ ചിലരൊക്കെ പ്രതികരിച്ചതും താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഭക്തരെ കൊള്ളയടിക്കാനാണ് അയ്യപ്പ സംഗമം, മുഖ്യമന്ത്രിക്ക് ദുരുദ്ദേശമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത്, അയ്യപ്പ സംഗമം പരാജയം. പറഞ്ഞത് അടൂർ പ്രകാശാണ്, VD സതീശൻ രാവിലെ പറഞ്ഞതുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, സണ്ണി ജോസഫൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുമുണ്ട് മുമ്പിൽ. അത് ഈ അസൂയക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല പ്രവൃത്തികൾ നടക്കുന്നിടത്തൊന്നും ഇവർ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. യഥാർത്ഥത്തിൽ അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇത് നടക്കണമെന്ന് അവരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ്. അവർക്കതിന് കഴിയാതെ വന്നതിലെ കുറ്റബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ തെറ്റായ പ്രചരണവുമായി മുന്നോട്ട് വരാൻ ഇടവരുന്നത് എന്നുള്ളതാണ് സംഭവം. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അതിന് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം വിവാദം ഉണ്ടാക്കി. പ്രധാനമന്ത്രി വരെ വന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കേരളത്തെ എത്തിച്ച സംഭവത്തെ അഭിനന്ദിക്കണ്ടേ? അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാവോ? ലോക കേരള സഭ നടന്നു. അന്ന് നിങ്ങൾ ഓർക്കും, അന്ന് യൂസഫ് എന്തിനാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ ഇവർ പങ്കെടുക്കാതെ ഞങ്ങളെ ആക്ഷേപിക്കുന്നു, ഇവരെല്ലാം വരുമ്പോൾ ഞങ്ങൾ എന്തോ ഒരു തരത്തിലുള്ള ആതിഥേയത്വ മര്യാദ കാണിക്കുന്നവരാണ് എന്നന്ന് പ്രതിപക്ഷത്തോട് ഈ യൂസഫലി ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോഴും നോക്കുന്നു. ലോക കേരള സഭയ്ക്ക് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. നവകേരള സദസ്സ് നടന്നു, ബഹിഷ്കരിച്ചു. 7 കോടി രൂപ വെച്ച് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തപ്പോൾ കൈനീട്ടി വാങ്ങി. നമ്മുടെ സംസ്ഥാനത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. എത്രയോ അത്ഭുതകരമായ മാറ്റങ്ങൾ. K-ഫോണിൻ്റെ കാര്യത്തിൽ കേസുമായി കോടതിയിൽ പോയി. ഇത്തരം സംഭവങ്ങളെല്ലാം അവസാനം കോടതി എന്താ പറഞ്ഞത്? ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നിടത്തും ഈ കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നിടത്ത് യഥാർത്ഥത്തിൽ
ഇത്തരത്തിലുള്ള കൂട്ടരുടെ മിനിസ്റ്റർ അവസാനമായിട്ട് അതായത് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണ്, അസൂയുള്ളവരും കുശുമ്പുള്ളവരും ഒക്കെ ഇങ്ങനെയൊക്കെ പലതും പറയും, കൊതിക്കറിവ് എന്നൊക്കെ ഈ നാട്ടിൻപുറത്തൊക്കെ പറയും തോന്നുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷേ മിനിസ്റ്ററുടെ മനസ്സിൽ അടുത്ത തീർത്ഥാടന കാലമാണ് ഇനിയിപ്പോൾ. അത് ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇനി തീർത്ഥാടന കാലം എങ്ങനെ നന്നാക്കാം, അതാണ്. നിശ്ചയമായി ഞങ്ങൾ ഇന്ന് തന്നെ സംസാരിച്ച് കഴിഞ്ഞു. കളക്ടറോട് ഞാനിപ്പോൾ അവസാനം പറഞ്ഞ വാക്ക്, നമുക്ക് അടുത്ത ദിവസം തന്നെ തുടങ്ങണം, അടുത്ത തീർത്ഥാടനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങണം. നേരത്തെ 2 മീറ്റിംഗ് ഞാൻ കൂടിക്കഴിഞ്ഞു. ഇനി തുടർന്ന് ബാക്കി ഇടത്താവളങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തീർത്ഥാടനം ഭംഗിയാക്കാനുള്ള പണി ഇപ്പോഴേ ആരംഭിച്ചു. ശരി, എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളോടൊപ്പം ഈ അയ്യപ്പ മഹാസംഗമം ഇന്ന് നടത്തി, അതിൻ്റെ വിജയം മനസ്സിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില അസൂയയും കുശുമ്പും ഒക്കെ നാട്ടിലുണ്ട് എന്നുള്ളതും കൂടി താങ്കളെ കൊണ്ട് പറയിപ്പിച്ച് ഈ ദിവസം കടന്നു പോകുന്ന രീതിയിൽ ആക്കിയ സന്ദർഭവുമുണ്ട്. വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ. രാജു എബ്രഹാമും സേനാപതി വേണുവും അഖിൽ രവീന്ദ്രനും തുടരുന്നുണ്ട്. ഞാൻ സേനാപതി വേണു കേൾക്കൂ, ഇതാ കണ്ടില്ലേ മിനിസ്റ്റർ പറഞ്ഞതെന്താണെന്ന് കേട്ടല്ലോ. അസൂയയും കുശുമ്പും എന്നൊക്കെ പറയുന്നത് താങ്കൾക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് താങ്കളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുമ്പോൾ ആളുകളും വിചാരിക്കില്ലേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായം, ശബരിമലയിൽ വരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പ്രതിപക്ഷത്തു നിന്നും കൂടി ഒരു ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ അതെത്ര നന്നായേനെ എന്ന് പറയില്ലേ ആളുകൾ? അല്ല, ബഹുമാന്യായ മിനിസ്റ്റർ പറഞ്ഞതൊക്കെ ഞാൻ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. മിനിസ്റ്റർ പറഞ്ഞത് 182 വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹം പോയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നത് വിദേശ പൗരന്മാരായ അയ്യപ്പന്മാരാണോ അതോ ഇവിടുന്ന് കുടിയേറി അവിടെ താമസിക്കുന്ന മലയാളികളാണോ? മലയാളികളാണെങ്കിൽ പിന്നെ അതിനെ ആഗോള അയ്യപ്പ സംഗമം എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ആഗോള മലയാളി സംഗമം എന്ന് വിളിച്ചാൽ മതി. ഇനി ഈ വിദേശത്തുനിന്ന് വന്നിരിക്കുന്ന അയ്യപ്പന്മാർ വിദേശ രാജ്യത്തെ പ്രതിനിധികളാണെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ എന്താ? ഏതെങ്കിലും ഒരു നിർദ്ദേശം അവരിൽ ആർക്കെങ്കിലും ഈ സമ്മേളനത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്ന 3000 ആളുകളുടെ നിർദ്ദേശം കേൾക്കാനാണ് ഈ സംഗമം വിളിച്ചു കൂട്ടിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അവസാനം 18 പേരിലേക്ക് ചുരുക്കി ഇതിന്റെ നടപടികൾ നടത്തുന്നതിന് വേണ്ടി? ലാല് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയുടെ പ്രശ്നം എന്തായെന്ന് മുഴുവൻ ആളുകൾക്കും അറിയാം. അവിടെ എന്താണ് പോരായ്മകളെന്ന് മുഴുവൻ ആളുകൾക്കും അറിയാം. അതിന് ആഗോള അയ്യപ്പ സംഗമം ഒന്നും വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ല. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായി വിരിവയ്ക്കാനുള്ള സൗകര്യം കൊടുക്കണം, അവന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യം കൊടുക്കണം, കുടിവെള്ളത്തിനുള്ള സൗകര്യം കൊടുക്കണം, അതുപോലെ തന്നെ അങ്ങോട്ട് യാത്രയ്ക്ക് സുഗമമായി പോകാനും അവിടെ തിരക്കൊഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇതിനൊരു ആഗോള അയ്യപ്പ സംഗമവും വിളിച്ചു കൂട്ടേണ്ട കാര്യമില്ല. അതിന് വെള്ളാപ്പള്ളി പ്രസംഗിക്കേണ്ടതില്ല, NSSന്റെ പ്രതിനിധിയും പ്രസംഗിക്കേണ്ടതില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രശ്നം ഇത് രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. ചിലപ്പോൾ മുമ്പ് ചെയ്ത തെറ്റുകൾ തിരുത്താൻ മനസ്സിൽ വിങ്ങുന്നത് അതാണല്ലോ ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ഞങ്ങൾ യുവതീ പ്രവേശനവുമായിട്ട് എടുത്ത നിലപാട് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ പമ്പാ സംഗമം നടത്തിയ 6 സംസ്ഥാനത്തെ എന്താ പറഞ്ഞ മന്ത്രിമാരതിൽ പങ്കെടുത്തു എന്നുള്ള. ഇത് പള്ളിവേൽ ത്യാഗരാജനും വേറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രിയും ഒഴിച്ച് വേറെ ഒരു സംസ്ഥാനത്തിന്റെയും ആളുകൾ പങ്കെടുത്തില്ല. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. വേറെ സംസ്ഥാനത്ത് കർണാടകത്തിൽ നിന്ന് വരാനിരുന്നവരെ ആരാ തടഞ്ഞത്? കർണാടകത്തിൽ നിന്ന് വരാനിരുന്ന മന്ത്രിമാരെ ആരാണ് തടഞ്ഞത്? അതറിയണം കേരളത്തിന്. ഒരു പരിപാടി അത് സദുദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നതെങ്കിൽ അടുത്ത സംസ്ഥാനത്തെ ഗവൺമെന്റിനെ അറിയിക്കുമ്പോൾ അവരതിന്റെ പ്രതിനിധികളെ വിടും. ശരി, രാജു എബ്രഹാം കർണാടകത്തിൽ നിന്ന് പ്രതിനിധികൾ വരാത്തതിന് കാരണം കേരളത്തിൽ നിന്ന് ആരോ തടഞ്ഞതാണെന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. എന്താണ് അക്കാര്യത്തിൽ താങ്കൾക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കാറുണ്ടോ? ആന്ധ്ര ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്, കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിയെ കഴിയുമായിരുന്നില്ലേ? അപ്പോ ഇത് തികച്ചും ഖേദകരമാണ്. സത്യത്തിൽ അതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ പരിപാടിക്കെല്ലാം നേതൃത്വം കൊടുത്ത ഈ കാര്യങ്ങൾ അനേക ദിവസങ്ങളായി പമ്പയിൽ തന്നെ വന്ന് ക്യാമ്പ് ചെയ്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തനും മെമ്പർമാരോടും ഒപ്പം ക്യാമ്പ് ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ശ്രീ VN വാസവൻ മന്ത്രി, അദ്ദേഹം പറഞ്ഞ ഈ കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിയെ തടയാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വമായിരിക്കും ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ടത് തീർച്ചയായിട്ടും ശബരിമലയോടുള്ള ഒരു അവഹേളനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ എന്റെ സ്നേഹിതൻ സേനാപതി വേണു മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ അത് കോൺഗ്രസിന്റെ വാദഗതികളാണെങ്കിൽ തീർച്ചയായിട്ടും തീർത്ഥാടകർ അതിനോട് ഒരു കാരണവശാലും പൊറുക്കില്ല. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ പ്രശസ്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും
വേണ്ടി കൂടിയുള്ളതാണ്. അടിസ്ഥാന സൗകര്യമായിട്ടുള്ള കുടിവെള്ള വിതരണം നമുക്ക് വേണം, അവിടെ കൂടുതൽ ശൗചാലയങ്ങൾ വേണം, അതുപോലെ തന്നെ വിരിവെക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം, സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നിലയ്ക്ക് നമുക്കറിയാം 130 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ ഈ ഇത്തവണത്തെ സീസൺ. നമുക്ക് ടാങ്കർ ലോറി വേണ്ട. ടാങ്കർ ലോറി പമ്പയിൽ നിന്ന് 1000കണക്കിന് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് നിലയ്ക്കലിൽ കൊടുക്കുന്ന ഏർപ്പാട് ഇതാ നിന്നിരിക്കുന്നു. ഞാൻ MLA ആയിരുന്നപ്പോൾ അന്ന് ഞാൻ കൊണ്ടുവന്ന പ്രപ്പോസൽ വെച്ച ആ കുടിവെള്ള പദ്ധതി ഇപ്പൊ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. സീതത്തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അത് ചെറിയ കാര്യമല്ല, അത് ഈ ഗവൺമെന്റിന്റെ നേട്ടമാണ്. എന്തിനാണ് നമ്മള് ചെറിയ കാര്യം? ഈ ഗവൺമെന്റ് ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പോ നമ്മുടെ ഈ ഗവൺമെന്റ് വന്ന ശേഷമാണ് 10,000 പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഇതാ നിലയ്ക്കലിലായിരിക്കുന്നു. നിലയ്ക്കൽ ചെറിയ കാര്യമല്ല. അപ്പം സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സൗകര്യങ്ങൾ പോരാ, കൂടുതൽ സൗകര്യങ്ങൾ വേണം. ആ സൗകര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ആ വികസനത്തെ തടയാൻ ശ്രമിക്കുന്നത് തീർത്ഥാടകരോടുള്ള വെല്ലുവിളിയാണ്. അതൊരു കാരണവശാലും ചെയ്യരുത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാരണവശാലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ അയ്യപ്പ വിരോധമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കാരണവശാലും കാണിക്കും. യെസ്, ഞാൻ വരാം. അഖിൽ രവീന്ദ്രൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് ചോദിക്കാനുള്ളതും ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, നിങ്ങളുടെ നേതാവ് സന്ദേശം അയച്ചു. അദ്ദേഹത്തിൻ്റെ സമീപനം ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഗുജറാത്തിൽ നിന്ന് 4 പേര് വന്നു എന്നാണ് മന്ത്രി പറഞ്ഞ കണക്ക്. 2 പേര് ഉത്തർപ്രദേശിൽ നിന്ന് 4 പേരാണ് വന്നതെന്നാണ്. നിങ്ങളുടെ സമീപനവും നമുക്ക് അറിയാമല്ലോ, ഇപ്പം നേരത്തെ കോൺഗ്രസിൻ്റെ സമീപനം കണ്ടതുപോലെ തന്നെ. അപ്പോൾ നിങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ എതിർത്ത് നിൽക്കുമ്പോഴും ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ഇതിനോട് കാണിക്കുന്ന സമീപനമൊക്കെ എങ്ങനെയാണ് ആളുകൾ വായിച്ചെടുക്കേണ്ടത്? ഞാൻ അതിന് മറുപടി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഈ രാജ്യത്ത് മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ തികഞ്ഞ വിശ്വാസികളാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനത്തോടുകൂടി കാണുന്ന, എല്ലാവരെയും മതങ്ങളെയും ബഹുമാനിക്കുകയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പങ്കുചേരുകയും അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്താൻ കഴിവുള്ളവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ. അതിൽ അത്ഭുതമൊന്നുമില്ല. അദ്ദേഹം സ്വാമി അയ്യപ്പനെ കുറിച്ച് നല്ല വാചകങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതല്ല കാര്യം. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. അഖിൽ രവീന്ദ്രൻ, നിങ്ങൾ ബി ജെ പിയുടെ ഒരു ബദൽ സംഗമം നടത്തുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് കേരള സർക്കാരിനൊപ്പം നിന്ന് സന്ദേശം അയക്കുന്നത് എന്തുകൊണ്ടാണ് ആദിത്യനാഥ്? ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത് ഇടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കായിരിക്കും. എനിക്ക് കുറച്ച് സമയമാണ് നിങ്ങൾ തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ലിങ്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018 അയ്യപ്പ വിശ്വാസികൾക്കെതിരെ, അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്കെതിരെ, നിരവധി ആളുകൾക്കെതിരെ കേസ് പിൻവലിച്ച് മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറാണോ? ഇവിടെ അയ്യപ്പനെ നിന്ദിച്ച ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഇവിടെ അയ്യപ്പന്മാര് നിഷേധിക്കപ്പെട്ടു. ആ അയ്യപ്പന്മാരോട് മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് നടത്തിയ പമ്പയിൽ നടന്നിട്ടുള്ള അയ്യപ്പ സംഗമം 623 പേരിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ ഈ സമ്മേളനം തള്ളിക്കളഞ്ഞു. യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ഈ സമ്മേളനം തള്ളിക്കളഞ്ഞു. സർക്കാരിന്റെ ഈ നയത്തിനെതിരായിട്ടാണ് അയ്യപ്പ വിശ്വാസികളും ശബരിമലയെ സ്നേഹിക്കുന്ന ആളുകളും തയ്യാറായിട്ടുള്ളത്. ശരി. അപ്പോൾ എന്റെ ചോദ്യം കേൾക്കാത്തത് കൊണ്ടല്ല, താങ്കൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അത് പഠിച്ചു എന്ന് പറയുകയാണ്. നിങ്ങൾ ചാനൽ കൈരളി മാത്രമാണ് ഈ സർക്കാരിനെ അഭിനന്ദിക്കുകയും മന്ത്രിയെ അഭിനന്ദിക്കുകയും സ്വയം PR വർക്ക് നടത്തിക്കൊണ്ട് ഇതൊരു വലിയ സമ്മേളനമാക്കി മാറ്റി എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ, അഖിൽ രവീന്ദ്രൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അപ്പോഴും ഞാൻ താങ്കൾക്ക് ഒരു അവസരം തരികയാണ്. ഞാൻ PR വർക്ക് നടത്തുന്നില്ല, കൈരളി PR വർക്ക് നടത്തുന്നില്ല എങ്കിൽ താങ്കൾ കണക്ക് പറയൂ, കൃത്യമായി കാര്യങ്ങൾ പറയൂ. ഈ ആദിത്യനാഥ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംഗമത്തിന് നിൽക്കാതെ കേരളത്തിന്റെ സംഗമത്തിന് പിന്തുണ അറിയിച്ചത്, ആശംസകൾ നേർന്നത് എന്തുകൊണ്ടാണ്? അവന്റെ വിശ്വാസങ്ങളിലും കടന്നു കയറുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളും
അഖിൽ രവീന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തന്നെ വരുന്നു. എനിക്ക് ഒരു ചോദ്യം തന്നെയാണ് താങ്കളിൽ നിന്ന് കൃത്യമായി ഉത്തരം കിട്ടാനായിട്ടുള്ളത്. താങ്കൾ അത് കേൾക്കാതെ 623 പേരാണ് അവിടെ ആകെ പങ്കെടുത്തതെന്ന് പറയുന്നു. താങ്കൾക്ക് വിവരാവകാശ പ്രകാരം അന്വേഷിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ജനങ്ങളുടെ മുമ്പാകെ താങ്കൾ വരണം, ഇത്ര പേരെ അവിടെ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ താങ്കളെ ഉപദേശിക്കുന്നത്. അതിന് ആരും അല്ലെങ്കിൽ തന്നെയും നോക്കൂ അഖിൽ രവീന്ദ്രൻ, ഈ യോഗി ആദിത്യനാഥ് നിങ്ങളുടെ ബദൽ സംഗമത്തിന് ആശംസ നേരേണ്ടതിന് പകരം കേരളത്തിലെ പിണറായി വിജയൻ്റെ ഈ അയ്യപ്പ സംഗമത്തിന് എന്തിനാണ് അദ്ദേഹം ആശംസ നേർന്നത്? നിങ്ങളെങ്ങനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയത്? ഒരു പ്രതിസന്ധിയിലുമില്ല ലാല്. കൈരളിയും ലാലും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്കൊരു പ്രതിസന്ധിയുമില്ല. യോഗി ആദിത്യനാഥും ഈ രാജ്യത്തുള്ള BJP നേതാക്കന്മാരെല്ലാം തന്നെ നല്ല വിശ്വാസികളാണ്. അവർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കുകയും അയ്യപ്പന്റെ പേരിൽ നടന്ന സമ്മേളനത്തിൽ ആശംസ പറഞ്ഞതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അയ്യപ്പനെ കുറിച്ച് നല്ല വാചകങ്ങൾ പറയാനും അയ്യപ്പനെ ആരാധിക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറാകുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും ലാലാണ് ഒഴിച്ചു ഈ മാറിപ്പോകുന്നത്. കേരള സർക്കാർ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയുടെ പൊതുവികസനത്തിനാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു രൂപ പോലും നൽകാതിരുന്ന കേന്ദ്രത്തിനെ കുറിച്ചുകൂടി പറയണ്ടേ? അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ചുകൂടി പറയണ്ടേ? അത് അനുഭവിക്കണം. ശബരിമലയുടെ വികസനം എല്ലാ ഭക്തന്മാർക്കും അനുഭവിക്കണം. അവിടെ തൊഴാൻ വരുന്ന ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യ വികസനം അവർ അനുഭവപ്പെടണം. സ്വസ്ഥമായി സ്വൈര്യമായി ആശങ്കകളില്ലാതെ അയ്യനെ കണ്ട് മടങ്ങുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ ഉണ്ടാവണം. അതിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളും നിരവധി തുകയും ഒക്കെ തന്നെ ശരി, കേന്ദ്ര സർക്കാർ എത്ര രൂപ കൊടുത്തു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ആ കാര്യവും ജനങ്ങൾ ചർച്ച ചെയ്യും. ശരി, സേനാപതി വേണു, നോക്കൂ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ നേതാക്കൾ ഈ പറയുന്ന രീതിയിൽ സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ വരുന്നതിൽ നിന്ന് തടയുക കൂടി ചെയ്തു എന്ന രാഷ്ട്രീയം നാളെ മുതൽ നിങ്ങൾക്ക് അയ്യപ്പ നിന്നയായി കേൾക്കേണ്ടി വരും. അത് ശരിയാണോ? ഇത് വേറെ കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ സർക്കാർ ചെയ്തതൊക്കെ അംഗീകരിച്ച് ഫേസ്ബുക്കിൽ വരെ പോസ്റ്റ് ഇട്ട ആളാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തിരികെ പ്രതികരണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കണ്ടു. ഇത്തവണയും അത് പേടിച്ചാണോ ഇത്തരത്തിൽ സർക്കാരിനെ ഇങ്ങനെ എതിർക്കുന്നത്? അല്ല, അതല്ലല്ലോ. ഇവിടെ രാജീവ് അബ്രഹാം സാർ പറഞ്ഞതുപോലെ ഈ ശബരിമലയുടെ ഖ്യാതി അത് പിണറായി വിജയന്റെയും വാസവന്റെയും ഹോർഡിങ്സ് വെച്ച് വർദ്ധിപ്പിക്കേണ്ടതല്ല. അത് അയ്യപ്പനെ കുറിച്ച് ഭക്തരുടെ എന്താ പറയുക കാതോട് കാതോരം പറഞ്ഞ് അത് ലോകത്തിലറിഞ്ഞ് ഇഷ്ടമുള്ളവർ വരട്ടെ എന്നുള്ളതാണ്. ഇനി മുമ്പ് ചെയ്ത ഏതെങ്കിലും തെറ്റുകളുടെ പശ്ചാത്താപത്തിൽ അത് തിരുത്താനാണെങ്കിൽ തിരുത്തിക്കോട്ടെ. പക്ഷേ ആഗോള സംഗമം അക്ഷരാർത്ഥത്തിൽ ആളില്ലാ സംഗമമായി മാറി എന്ന ദുരന്തമാണ് ഈ സംഗമം കഴിഞ്ഞപ്പോൾ. ഇനിയിപ്പോ മിനിസ്റ്ററെ നിങ്ങൾ പുകഴ്ത്തിക്കൊള്ളുക, പണ്ട് പുളിമൂടന്റെ സദ്യയെക്കുറിച്ച് പറഞ്ഞ പോലെ പുറത്താർക്കും സദ്യ എന്താണെന്ന് കിട്ടിയിട്ടില്ല. അവർ കഴിച്ചവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്തായിരുന്നു നമ്മുടെ മപ്പാസിന്റെ രുചി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈരളി ചാനലിൽ മിനിസ്റ്ററെ പുകഴ്ത്തുക, മിനിസ്റ്ററെ അദ്ദേഹം സ്വയം അതിനെക്കുറിച്ച് പ്രസംഗിക്കുക. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കേരളത്തിലെ 90% മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ആഗോള സംഗമം ഒരു അമ്പേ പരാജയമായ സംഗമമായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് ആഗോള സംഗമമല്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആളില്ലാ സംഗമമായി മാറി. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറഞ്ഞ സ്വയം പുകഴ്ത്തണം. രാജു അബ്രഹാം, അവസാനമായി താങ്കളിലേക്ക് ഈ പറഞ്ഞതുപോലെ ഈ 650 എന്നുള്ള കണക്ക് അവരിനിപ്പോൾ കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ കാര്യത്തിൽ എത്ര പേരാണ് അവർ പ്രതീക്ഷിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ഈ സംഗമം എങ്ങനെയായിരിക്കണമെന്ന ഏതെങ്കിലും ഒരു വാചകം എപ്പോഴെങ്കിലും ജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് എപ്പോഴെങ്കിലും അവർ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശമായി കിട്ടിയിട്ടുണ്ടോ? അയ്യപ്പ സംഗമം കോൺഗ്രസ് പാർട്ടിയെയും BJPയെയും ഇപ്പൊ സത്യം പറഞ്ഞ് ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളെ ഞാൻ പറഞ്ഞല്ലോ, ലൈവായി സംശയമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ലൈവായി അവിടെ യൂട്യൂബിലും എല്ലാം കിടപ്പുണ്ട്. ഒറ്റ നോട്ടം നോക്കിയാൽ മതി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ദയവ് ചെയ്ത് ഇതെല്ലാം കാണുന്ന ലൈവായിട്ട് കാര്യങ്ങൾ കണ്ട നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സ്വയം പരിഹാസ്യരാകരുത്. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്, ഈ ആഗോള അയ്യപ്പ സംഗമം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കണം. ഇനിയുള്ള ഓരോ വർഷവും എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
നമുക്ക് ഇവിടെ ഇനിയും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. യെസ്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം. ഞാൻ തന്നെ നിയമസഭയിൽ 3 തവണ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ മാറി മാറി വന്ന കോൺഗ്രസ് ഗവൺമെന്റുകളോ BJP ഗവൺമെന്റുകളോ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ സന്നദ്ധമായിട്ടില്ല. റൈറ്റ്. ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുകയായിരുന്നെങ്കിൽ സത്യത്തിൽ എത്രയോ കാര്യങ്ങൾ, സഹായങ്ങൾ, സംരക്ഷണങ്ങൾ, വികസന പദ്ധതികൾ ഒക്കെ നമുക്ക് ഇവിടെ ലഭിക്കുമായിരുന്നു. സത്യത്തിൽ BJPയും കോൺഗ്രസും ശബരിമലയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കൊടും ചതിയാണ് ഈ ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടേണ്ടി വരുന്നു ശ്രീ രാജു എബ്രഹാം. എന്തായാലും ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ കോൺഗ്രസോ BJPയോ ഇടപെടാതിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതാ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനുള്ള, അതിൻ്റെ പുറത്ത് അവിടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള പരിപാടികളിലേക്ക് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചത്. അക്കാര്യത്തിൽ ആരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് എന്നത് ഭക്തർ മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്നവർ അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ആരും പറയേണ്ടതില്ല. ആ രാഷ്ട്രീയം എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉള്ള കാര്യം തന്നെയാണ്. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ വേണ്ടി ആരാണ് ഇക്കാര്യത്തിൽ മുമ്പോട്ട് വരുന്നത് എന്ന് അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല, ആളുകൾക്ക് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് മന്ത്രി ശ്രീ VN വാസവൻ, ഒപ്പം ശ്രീ രാജു എബ്രഹാം, ശ്രീ സേനാപതി വേണു, അഖിൽ രവീന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.